ത്രിയുഗിയിലേക്ക് സോൻപ്രയാഗിൽ നിന്നുള്ള റോഡ് ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ യാത്രയിലുടനീളം റോഡിന്റെ 80% മലയിടിഞ്ഞ് റോഡുകൾ താറുമാറായി പണി നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. മഞ്ഞെല്ലാം നീങ്ങി ഇനി മെയ് മാസമായാലേ ചാർധാം യാത്ര തുടങ്ങുകയുള്ളൂ. അപ്പോഴേക്കും വഴിയെല്ലാം നന്നാക്കി റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ് BRO. ചന്ദ്രപുരിയിലെ ശിഖർ ലോഡ്ജിൽ നിന്നും കാലത്ത് 8 മണിക്ക് തന്നെ യാത്ര പുറപ്പെട്ടു. നല്ല തണുപ്പ്. കുറച്ച് ഓടിച്ചപ്പോൾ തന്നെ ലെതർ ഗ്ലൗസിനുള്ളിലിരുന്ന് കൈവിരലുകൾ മരവിച്ചു തുടങ്ങി. 55 കിലോമീറ്ററാണ് ഇവിടെ നിന്നും ത്രിയുഗിയിലേക്ക്. 2.5 മണിക്കൂറാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. പക്ഷേ അത് ഹിമാലയത്തിൽ ഒരിക്കലും വിശ്വസിക്കാനാവില്ല. ചെറിയൊരു ഗ്രാമമാണ് എത്തുന്നത്. ഇവിടെയും ഹോം സ്റ്റേകളുണ്ട്. 2 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും ചെറിയ ഗ്രാമങ്ങളും ഇത്തരത്തിൽ താമസ സൗകര്യങ്ങളും ഇടയ്ക്കിടെ കാണാനുണ്ട്. ചാർധാം യാത്രാ സീസണിൽ എന്തുമാത്രം ബിസിനസ് നടക്കുന്നുണ്ട് ഈ റൂട്ടിലെന്ന് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലാക്കാം. 2024 16,52,076 ആൾക്കാരാണ് കേദാർനാഥിൽ മാത്രം ദർശനത്തിനായി എത്തിയത്. ഈ റൂട്ടിലെ അവസാനത്തെ പെട്രോൾ പമ്പാണിത്. ഇവിടെ നിന്നും മലകയറ്റം തുടങ്ങുകയാണ്. അതും വീതി കുറഞ്ഞ സിംഗിൾ ലൈൻ റോഡാണ്. ഇടതുവശത്ത് മലയും വലതുവശത്ത് ചെങ്കുത്തായ താഴ്വാരങ്ങളും. ഉയരത്തിനോട് പേടിയുള്ള ആളാണ് ഞാൻ. ആക്രോഫോബിയയെ മറികടക്കാൻ ഭയത്തെ നേരിടുക തന്നെ വേണം. ചാർധാം യാത്ര ആരംഭിക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുടങ്ങുന്ന സീസൺ ഒക്ടോബർ നവംബർ വരെയാണ് ഉണ്ടാകുക. 7 മാസങ്ങളിലെ തീർത്ഥാടകരുടെ കണക്കാണ് നേരത്തെ പറഞ്ഞ 16 ലക്ഷം. ചാർധാം യാത്രയ്ക്ക് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തു വേണം യാത്ര തുടങ്ങാൻ. ഓരോ യാത്രികനും ഒരു QR കോഡ് ലഭിക്കും. ഓരോ ധാമുകളിലെയും പ്രവേശനത്തിന് ഈ QR കോഡ് ആവശ്യമാണ്. യാത്രക്കാരുടെ സുരക്ഷയെ കരുതിയാണ് ഈ രജിസ്ട്രേഷൻ. ഈ രജിസ്ട്രേഷൻ ഫ്രീ ആണ് താനും. ഈ വഴിയിലും ഇടയ്ക്ക് ഇങ്ങനെ ചില കടകൾ കാണാം. പുതിയവയുടെ പണികൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ദൂരെ കുറെ വീടുകളുമായി ഒരു ഗ്രാമം കാണാനുണ്ട്. ഈ റൂട്ടിലെ പ്രധാന പട്ടണമായ ഗുപ്തകാശിയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1319 മീറ്റർ ഉയരെയാണ് ഗുപ്തകാശി. പരമശിവൻ പാണ്ഡവർക്ക് ദർശനം നൽകാതെ അപ്രത്യക്ഷനായ സ്ഥലമാണ് ഗുപ്തകാശി. ഇവിടെയാണ് പ്രസിദ്ധമായ വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗുപ്തകാശിനാഥ ക്ഷേത്രം നമ്മൾ തിരിച്ചുള്ള യാത്രയിൽ സന്ദർശിക്കും. ഗുപ്തകാശിയിലെ ടൗണാണിത്. ധാരാളം വീടുകളും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമുള്ള സ്ഥലമാണിത്. ഹരിദ്വാറിൽ നിന്നും ഋഷികേശിൽ നിന്നും ഡെറാഡൂണിൽ നിന്നുമെല്ലാം ബസ് സർവീസ് ഉള്ള സ്ഥലമാണ് ഈ ഗുപ്തകാശി. ചാർധാം യാത്രയിലെ ഒരു പ്രധാന ഇടത്താവളമാണ് ഗുപ്തകാശി. കേദാർനാഥിലേക്ക് ഇതല്ലാതെ വേറൊരു റൂട്ടില്ല. പ്രധാന ടൗൺ കഴിഞ്ഞ് കുറെ ഭാഗങ്ങൾ കൂടി ഗുപ്തകാശി വികസിച്ചിരിക്കുന്നു. മലമുകളിലെല്ലാം കെട്ടിടങ്ങളുടെ ബാഹുല്യം വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് മലയുടെ അസ്ഥിരതയ്ക്കും മണ്ണിടിച്ചിലിനും ഒരു കാരണമായി മാറുന്നുണ്ട്. റോഡരികിൽ വീടുകളുള്ള ഗ്രാമീണർ അതെല്ലാം ഹോം സ്റ്റേകളും ഹോട്ടലുകളുമാക്കി മാറ്റുകയാണ്.
കേദാർനാഥ് റേഞ്ചിലെ പർവ്വതശിഖരങ്ങളാണ് അങ്ങ് ദൂരെ മഞ്ഞ് മൂടി കാണപ്പെടുന്നത്. ഗുപ്തകാശിയിലെ ഗ്രാമപ്രദേശങ്ങളാണ് ഇടതുവശത്ത്. ഇവിടെയാണ് ജനവാസ മേഖല. ഇപ്പോൾ കൃഷിയേക്കാൾ ടൂറിസമാണ് ഈ മേഖലയിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം. ഗുപ്തകാശിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ വിശദമായി നമ്മൾ കാണുന്നതായിരിക്കും. ഗുപ്തകാശി കഴിഞ്ഞും ധാരാളം ചെറിയ ഗ്രാമങ്ങളുണ്ട്. പക്ഷേ അടുത്ത പ്രധാന സ്ഥലം നാരായൺ കോടിയാണ്. ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് മുൻപിൽ തന്റെ 1 കോടി ഭാവങ്ങൾ ദൃശ്യമാക്കിയ സ്ഥലമാണ് നാരായൺ കോടി. 360ഓളം ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമുണ്ടായിരുന്നു ഇവിടെ. 9ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ആ ക്ഷേത്രങ്ങളിൽ 29 എണ്ണം മാത്രമേ ഇന്നുള്ളൂ. സമയക്കുറവ് മൂലം ഈ യാത്രയിൽ അത് ഉൾപ്പെടുന്നില്ല. അതിനായി ഇനിയൊരിക്കൽ കൂടി എത്തണം. ഒപ്പം കാളിമഠും സന്ദർശിക്കണം. മലമുകളിൽ നിന്നും വെള്ളമൊലിച്ചു വന്ന് റോഡ് ചിലയിടങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഇടതുവശത്ത് അല്പം മുൻപിലായി മറ്റൊരു ജലധാര കൂടിയുണ്ട്. മലമുകളിൽ നിന്നും ഒരു ചെറിയ അരുവി മഴവില്ലുകൾ സൃഷ്ടിച്ച് തണുത്ത വെള്ളവുമായി ഒഴുകി വരുന്നു. മഴക്കാലത്ത് ഇത്തരം അരുവികൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഫാട്ട എന്ന സ്ഥലമാണിത്. ഇനിയും 13 കിലോമീറ്റർ ഉണ്ട് സോൻപ്രയാഗിലേക്ക്. ഫാട്ട കഴിഞ്ഞ് റോഡ് അല്പം ഇടിഞ്ഞു വീണ് പണി നടക്കുകയാണ്. മുകളിൽ നിന്നും വെള്ളം ഒലിച്ചെത്തി ആകെ ചളിയുമാണ്. പൗഡർ പോലെയുള്ള മണ്ണായതിനാൽ ഇത് വെള്ളവുമായി കലർന്ന് റോഡിൽ വഴുക്കലുണ്ടാക്കുന്നു. നമ്മുടെ നാട്ടിലേതുപോലെയല്ല, ചരലുകളില്ലാത്ത മണ്ണാണിത്. വഴിയരികിൽ നിറയെ തൊഴിലാളികളുടെ ടെന്റുകളാണ്. ഇരുമ്പു നെറ്റുകളും റോൾ ചെയ്ത് കൂട്ടിയിട്ടിരിക്കുന്നു. അത് മണ്ണിടിയുന്ന സ്ഥലങ്ങളിൽ വലിയ ചാനലുകൾ മണ്ണിലേക്ക് ആഴ്ന്നുറപ്പിച്ച് വിരിച്ചുറപ്പിക്കുന്നു. ചെറിയ മണ്ണിടിച്ചിലിനെ പ്രതിരോധിക്കാൻ ഇത് മതി. പക്ഷേ വലിയ ഇടിച്ചിലിൽ മല ഒന്നാകെ ഇടിയുമ്പോൾ ഇതുകൊണ്ടൊന്നും അതിനെ നേരിടാനാകില്ല. ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഇങ്ങനെ യാത്ര സുഗമമാക്കാൻ പാടുപെടുന്നത്. ഇവിടെ എത്തുമ്പോൾ റോഡ് ഡബിൾ ലൈനാണ്. സീതാപൂർ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ. വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് കേദാർനാഥിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് പിന്നെ നടന്നു പോകേണ്ട ഇതൊക്കെയാണ്, കുതിരയോ ഇതൊക്കെ ആയിട്ടാണ്. ഇതാണ് പാർക്കിംഗ് ഏരിയ. വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം പോവാൻ. സീതാപൂറിന് മുമ്പ് രാംപൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സീതാപൂർ. ഇത് സാമാന്യം നിറച്ച് ഹോട്ടലുകളും ആൾക്കാർ താമസിക്കുന്നതൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. ഇനി ഇവിടുന്ന് ഒരു 14 കിലോമീറ്ററും കൂടി ഉണ്ട് ത്രിയുഗി നാരായൺ മന്ദിറിലേക്ക്. ഇനി അങ്ങോട്ടാണ് യാത്ര. ഇതിപ്പോൾ സോൻപ്രയാഗിലാണുള്ളത്. സോൻപ്രയാഗ് റൈറ്റിലേക്കാണ് തിരിഞ്ഞു പോകേണ്ടത്. ത്രിയുഗി നാരായൺ മന്ദിറിലേക്ക് തിരിച്ച് ഇങ്ങോട്ട് പോകണം. ഗൗരികുണ്ടിലേക്ക് അങ്ങോട്ട് പോയാൽ 5 കിലോമീറ്റർ, കേദാർനാഥിലേക്ക് 23 കിലോമീറ്റർ.
ഇവിടെ ഈ വഴി ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോയിട്ടാണ് ത്രിയുഗി നാരായൺ മന്ദിറിലേക്ക് പോകുന്നത്. സോൻപ്രയാഗിൽ നിന്നും ഇടതു തിരിഞ്ഞ് ത്രിയുഗി യാത്ര തുടങ്ങിയപ്പോഴാണ് യാത്രയിലെ ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ റോഡ് എത്തുന്നത്. TVSന്റെ 110cc റേഡിയോൺ ഒരു ഓഫ് റോഡ് ബൈക്കല്ല. പക്ഷേ ഈ ബൈക്ക് എൻ്റെ യാത്രയിലുടനീളം ഒരു കുഴപ്പവും കൂടാതെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് യാത്ര വിചാരിച്ച രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. ഇവിടെ മാകെ മലയിടിഞ്ഞ് പാതയുടെ പുനർനിർമ്മാണം നടക്കുകയാണ്. വെള്ളമൊഴുകി വരുന്ന ഭാഗങ്ങളിൽ ചാലുകൾ കോൺക്രീറ്റ് ചെയ്ത് അതിനു മുകളിലാണ് റോഡുണ്ടാക്കുന്നത്. വശങ്ങളിൽ കല്ലുകൾ അടുക്കി കമ്പികളിട്ട് ഉറപ്പിച്ച് മണ്ണിടിച്ചിൽ തടയാനുള്ള പണികളും നടക്കുന്നുണ്ട്. പണി നടക്കുന്ന സ്ഥലങ്ങളിൽ തുള്ളിച്ചാടിയാണ് ബൈക്ക് ഓടുന്നത്. അരയിൽ സപ്പോർട്ട് ബെൽറ്റ് ഇട്ടാണ് യാത്ര ചെയ്യുന്നത്. അതിനാൽ ഈ ജർക്കിങ്ങുകൾ വലിയ പ്രശ്നമുണ്ടാക്കുന്നില്ല. ഇവിടെ കുറച്ചു ദൂരം റോഡ് വളരെ നല്ലതാണ്. കുറച്ചു ദൂരം നല്ലതായിരുന്നെങ്കിൽ ഒരു വളവ് തിരിഞ്ഞ് അല്പദൂരം കഴിയുമ്പോഴേക്കും വീണ്ടും അത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. വീതി വളരെ കുറവായതുകൊണ്ടും എല്ലാ വർഷവും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതുകൊണ്ടും ഈ റൂട്ടിൽ ബസ് സർവീസ് ഇല്ല. സോൻപ്രയാഗിൽ നിന്നും ടാക്സി സർവീസ് ഉണ്ട്. വലതുവശത്ത് ഒരു റിസോർട്ടാണ്. ഇതിന്റെ മുറികൾ താഴേക്കായാണ് പണിതിരിക്കുന്നത്. താമസ സൗകര്യങ്ങൾ കൂടാതെ ഒരു റെസ്റ്റോറന്റും പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് എത്തിയപ്പോൾ ആട്ടിൻപറ്റങ്ങളുമായി 1-2 പേർ റോഡ് മുറിച്ച് കടന്നു പോകുന്നു. ഗ്രാമങ്ങളിലെ ഉപജീവന മാർഗങ്ങളിൽ ഒന്നാണിത്. ദൂരെ മലമുകളിലെ പുൽമൈതാനങ്ങളിൽ തമ്പടിച്ച് ആടുകളെ തീറ്റുന്ന ഇവർ മഞ്ഞു വീണു തുടങ്ങുമ്പോൾ ആട്ടിൻപറ്റവുമായി താഴെ എത്തുന്നു. കുറച്ചു ദൂരമെങ്കിലും ടാറിങ് അടരാതെ അവശേഷിച്ച റോഡാണ് ഈ ഭാഗത്ത്. നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പിന്റെ കാഠിന്യം മൂലം അത് അറിയുന്നത് പോലുമില്ല. ചില ഭാഗങ്ങളിൽ ഇടതുവശത്ത് ബാരിക്കേഡുകൾ ഒന്നുമില്ല. താഴെയുള്ള ഭാഗങ്ങൾ കാണുമ്പോൾ പെരുവിരൽ മുതൽ വൈദ്യുതി പ്രവഹിച്ച പോലെയുള്ള അനുഭവമാണ്. അതിനാൽ നേരെ റോട്ടിൽ മാത്രമാണ് ശ്രദ്ധ. ഇവിടെ മുകളിൽ നിന്നും അപ്പാടെ ഇടിഞ്ഞ് താഴേക്ക് പോയ ഭാഗത്ത് റോഡ് പണിക്കാരായ തൊഴിലാളികൾ അവരുടെ ജോലികളിൽ വ്യാപൃതരായിരിക്കുന്നു. അവരെ അതിൽ തടസ്സപ്പെടുത്തി ഞാനും എന്നെ പോലെ എത്തുന്നവരും. കുറച്ച് കോവർ കഴുതകളും ഭാരം ചുമക്കാനായി ഉണ്ട്. കേദാർനാഥ് യാത്രയ്ക്ക് ശേഷം അവയൊക്കെ ഇപ്പോൾ കല്ലും മണ്ണുമാണ് ചുമക്കുന്നത്. മുകളിലും താഴെയുമായി റോഡിനിരുവശത്തും വീടുകളുമായി ഒരു ഗ്രാമം. കുറെ കടകളും ഹോം സ്റ്റേയും ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത്. പക്ഷേ സീസൺ അല്ലാത്തതിനാൽ മിക്കവയും അടഞ്ഞു കിടക്കുകയാണ്. വെള്ളമൊഴുകി റോഡിലൂടെ പോകുന്ന ഭാഗത്ത് ചാലിന്റെ പണി നടക്കുകയാണ്. കേദാർനാഥ് യാത്രാ സമയത്ത് ത്രിയുഗി ദർശനത്തിനായും ഇവിടെ ആൾക്കാരെത്തുന്നു. ബസ് സർവീസ് ഇല്ലാത്ത ഇവിടേക്ക് ജീപ്പുകളാണ് സർവീസ് നടത്തുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഡൽഹിയിൽ നിന്നും ഇവിടേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് കാശ്മീരി ഗേറ്റ് ISBTയിൽ നിന്നും ഉത്തരാഖണ്ഡ് ട്രാൻസ്പോർട്ടിന്റെ ബസ് പിടിച്ച് സോൻപ്രയാഗ് വരെ എത്താം. രാത്രി 9 മണിക്ക് യാത്ര തിരിക്കുന്ന ബസ് പുലർച്ചെ 3 മണിക്ക് ഋഷികേശിലെത്തുന്നു. കുറച്ചു സമയത്തെ ഇടവേളയ്ക്ക് ശേഷം
യാത്ര തുടർന്ന് കാലത്ത് 10 മണിക്ക് സോൻപ്രയാഗിലെത്തും. സോൻപ്രയാഗിൽ നിന്നും ടാക്സി പിടിച്ച് ത്രിയുഗിയിലേക്ക് എത്താം. ഷെയർ ടാക്സികൾ ആളുകൾ നിറയുന്നതിനനുസരിച്ച് മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ. ചാർധാം യാത്ര സമയത്ത് ഷെയർ ടാക്സികൾ ധാരാളമായി സർവീസ് നടത്തുന്നുണ്ട്. തീർത്ഥാടനത്തിനായി എത്തുന്നവർ നടന്നു പോകുന്നതും സാധാരണമാണ്. തിരക്ക് കൂടുന്ന സമയത്ത് കേദാർനാഥിലേക്ക് പോകാനുള്ള വരി സീതാപൂരിൽ നിന്ന് തന്നെ തുടങ്ങും. വണ്ടികൾ അവിടെ പാർക്ക് ചെയ്ത് വരി നിന്നു വേണം എൻട്രി ലഭിക്കാൻ. 4-5 മണിക്കൂറൊക്കെ വരി നിന്നു വേണം ഗൗരികുണ്ടിലെത്തി യാത്ര തുടങ്ങാൻ. ത്രിയുഗിയിലേക്ക് ആ സമയത്ത് കേദാർനാഥിലേക്കുള്ളത്ര തിരക്കുണ്ടാവുകയില്ല. ഇടിഞ്ഞു വീണ പാറകളെ കൂടങ്ങൾ കൊണ്ട് അടിച്ചു പൊട്ടിച്ച് ചെറുതാക്കി വശങ്ങൾ കെട്ടാനുള്ള പണികൾ നടക്കുകയാണ് ഇവിടെ. ഇതിൽ ഉത്തരാഖണ്ഡിൽ നിന്നുള്ളവരും ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമായ തൊഴിലാളികളുണ്ട്. ഇരുവശത്തും മരങ്ങളുള്ള വഴി. തണൽ അധികമാകുമ്പോൾ തണുപ്പും കൂടുന്നു. ഡിസംബർ പകുതി ആയതിൻ്റെതാണ് ഈ തണുപ്പ്. ഓരോ വളവ് തിരിയുമ്പോഴും പഴയതുപോലെ തന്നെ തോന്നുന്ന രീതിയിലാണ് കാഴ്ചകൾ. വഴിയും കാഴ്ചകളും ഒരേപോലെ. ഇവിടെ ഉയരമുള്ള ഭാഗമായിട്ടും ചാമിയാലയിലേതുപോലെ പൈൻ മരങ്ങളൊന്നും കാണാനില്ല. ഇവിടങ്ങളിലെല്ലാം വൈദ്യുതിയുമുണ്ട്, നല്ല മൊബൈൽ കണക്ടിവിറ്റിയുമുണ്ട്. വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് പണി നടക്കുന്ന റോഡ്. ഇവിടങ്ങളിലെ റോഡ് പണികൾക്ക് പുരുഷന്മാരോടൊപ്പം തുല്യമായി സ്ത്രീകളുമുണ്ട്. ഈ വളവിൽ വെള്ളമൊഴുകി വന്ന് വഴി ഉഴുതിട്ടിരിക്കുന്ന പാടം പോലെ ആയിരിക്കുന്നു. ചക്രങ്ങൾ തെന്നി ഓടിക്കാൻ വളരെ പ്രയാസമുള്ള ഭാഗം. ഓരോ യാത്രയും ഓരോ അനുഭവമാണ്. ഞാൻ ആദ്യമായാണ് ഇത്തരത്തിലൊരു യാത്ര ചെയ്യുന്നത്. ഇതുവരെ പോയ സ്ഥലങ്ങളിലെല്ലാം വീതി കുറവായിരുന്നെങ്കിലും റോഡ് നല്ലതായിരുന്നു. ഇവിടെ വീതിയുമില്ല, റോഡ് ആകെ തകർന്ന അവസ്ഥയിലുമാണ്. ചാമിയാലയിൽ നിന്നും ബൂഡാകേദാറിലെത്തി അഗുണ്ടയിലെ സന്യാസിയെ കാണാൻ പോയപ്പോൾ വഴി വളരെ മോശമായിരുന്നു ഇതുപോലെ. പക്ഷേ അവിടെ നദി അധികം താഴെയല്ലായിരുന്നു. അതിനാൽ യാത്ര അത്ര ഭയാനകമായിരുന്നില്ല താനും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വശങ്ങൾ 200-300 അടി താഴ്ചയുള്ളതാണ്. ഗ്രാമങ്ങളോ വീടുകളോ കടകളോ ഒന്നുമില്ലാത്ത ഭാഗമാണ് കുറേ നേരം. തികച്ചും ഏകാന്തത. ഒരു വാഹനം പോലും വരുന്നതായി കാണാനില്ല. ചില സമയങ്ങളിൽ ഏകാന്തത നമ്മെ ഭയപ്പെടുത്തുകയും ചെയ്യും. കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഇപ്പോൾ എന്നെ കൂടാതെ മറ്റൊരു ബൈക്ക് കാണുന്നത്. കുറെ ദൂരം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത റോഡാണ്. കയറ്റവും വളവുകളും കൂടുതലായി ഉണ്ടെന്ന് മാത്രമേയുള്ളൂ. ഉയരം പതുക്കെ പതുക്കെ കൂടി വരികയാണ്.
കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇവിടെ 2 വാഹനങ്ങൾ എതിരെ നിന്നും വരുന്നത്. ഇടതുവശത്തെ പാറ വെട്ടിയുണ്ടാക്കിയ വഴി. ദൂരെ വളവിലായി ഒരു JCB കാണാം. റോഡിലേക്ക് ഇടിഞ്ഞു വീണ പാറകൾ തള്ളിയൊതുക്കി വഴി ക്ലിയറാക്കുകയാണ്. ഇടിഞ്ഞു വീണിട്ട് അധികം നേരമായിട്ടില്ല. വഴി ബ്ലോക്കായി കിടക്കുകയായിരുന്നു. അല്പനേരം അവിടെ കാത്തുനിന്നതിന് ശേഷം വഴി തുറന്നു കിട്ടിയപ്പോൾ യാത്ര തുടരുകയാണ്. ഇത്തരം മണ്ണിടിച്ചിൽ ഹിമാലയൻ പാതകളിൽ എപ്പോഴും സംഭവിക്കാവുന്നതാണ്. നമ്മൾ കുടുങ്ങിപ്പോവുകയും ചെയ്യും. പ്രത്യേകിച്ച് മഴക്കാലത്ത്. ത്രിയുഗിയിലേക്ക് എത്താറായിരിക്കുന്നു. ഇനി അധികം ദൂരമില്ല. വഴിയരികിൽ കുറച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ദൂരെ മഞ്ഞുമൂടിയ കേദാർനാഥ് മലനിരകൾ. ഏപ്രിൽ മാസമാകുമ്പോഴേക്കും ഈ റോഡിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ടാറിംഗ് ചെയ്തിരിക്കും. സോൻപ്രയാഗിൽ നിന്നും 13 കിലോമീറ്റർ പിന്നിട്ട് ത്രിയുഗി നാരായൺ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുകയാണിപ്പോൾ. വലതുവശത്ത് താമസത്തിനായുള്ള ചെറിയ ലോഡ്ജുകളാണ് കാണുന്നത്. ഇവിടെ ഇടതുവശത്തും പുതിയതായി ഹോട്ടലുകൾ വന്നിട്ടുണ്ട്. വലതുവശത്ത് താഴെയായി ഒരു ഗവൺമെന്റ് ഇന്റർ കോളേജും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നും മഞ്ഞുമൂടിയ മലനിരകൾ വളരെ വ്യക്തമായി കാണാം. ഈ എത്തുന്നത് ഒരു പാർക്കിംഗ് ലോട്ടിലേക്കാണ്. 4 വീൽ വാഹനങ്ങൾ അവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. എല്ലാ മലമുകളിലെയും പോലെ ഇവിടെയും പുതിയ കെട്ടിടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുക്കോ ചിട്ടയോ വ്യക്തമായ പ്ലാനോ ഇല്ലാതെ കെട്ടിടങ്ങൾ നിറയുകയാണ് എല്ലായിടത്തും. ത്രിയുഗി നാരായണിലേക്ക് സ്വാഗതം അരുളുന്ന പഞ്ചായത്തിന്റെ ബോർഡ്. നേരെയുള്ള വഴിയിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. കടക്കാരനോട് ചോദിച്ച് വഴി ഉറപ്പാക്കി ബൈക്ക് പാർക്ക് ചെയ്തു. ഇനി നടന്നു വേണം പോകാൻ. കാലത്ത് ഒന്നും കഴിച്ചിട്ടില്ല. ചായ പോലും കുടിച്ചിട്ടില്ല. വെള്ളം മാത്രമാണ് കുടിച്ചത്. സമയം 2 ആയിരിക്കുന്നു. എട്ട് മണിക്ക് തുടങ്ങിയ 55 കിലോമീറ്റർ യാത്ര 6 മണിക്കൂർ എടുത്ത് 2 മണിക്കാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ക്ഷേത്ര ദർശനം കഴിഞ്ഞു മതി ഭക്ഷണം എന്നാണ് തീരുമാനം. ബാഗ് കടയിൽ വെച്ചു. ഇവിടെ ഉത്തരാഖണ്ഡിൽ കളവ് വളരെ കുറവാണ്. ബൈക്കും ബാഗുമൊക്കെ വെച്ചുപോയാൽ അവിടെ തന്നെ ഉണ്ടാകും. ആളുകൾ വളരെ സത്യസന്ധരാണ്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി. ക്ഷേത്രത്തിന്റെ പൗരാണികതയ്ക്ക് ഒട്ടും ചേരാത്ത ഒരു കവാടമാണെന്ന് തോന്നി. എല്ലാ ക്ഷേത്രങ്ങളിലേതും പോലെ പൂജാ സാമഗ്രികളുമായുള്ള കടകൾ.
ഒപ്പം വീടുകളും. സീസൺ അല്ലാത്തതിനാൽ തിരക്കില്ലാതെ ഇടയ്ക്ക് വരുന്ന ചുരുക്കം ചിലരെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന കടകൾ. എതിരെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ. ഇതാണ് ഈ യാത്രയുടെ ലക്ഷ്യസ്ഥാനമായ ക്ഷേത്രം. ത്രേതായുഗത്തിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്ന ത്രിയുഗി നാരായണ ക്ഷേത്രം. ശിവപാർവതിമാരുടെ വിവാഹം നടന്ന സ്ഥലം. വെള്ളമൊഴുകി വരുന്ന ഒരു ജലാശയം. ഇവിടെ ഇത്തരത്തിൽ 4 ജലാശയങ്ങളുണ്ട്. തറനിരപ്പിൽ നിന്നും 12 അടിയോളം താഴ്ചയിലാണ് ക്ഷേത്രം. പടികൾ ഇറങ്ങിയെത്തുന്നത് രുദ്രകുണ്ടെന്ന് അറിയപ്പെടുന്ന ഈ ജലാശയത്തിനരികിലേക്കാണ്. ഈ സ്ഥലത്തെ പറ്റിയുള്ള ഐതിഹ്യമാണ് ഇവിടെ വിവരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1947 മീറ്റർ ഉയരെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദിയിലും വിവരണം കൊടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്തായി ഇങ്ങനെയൊരു മണ്ഡപമുണ്ട്. പക്ഷേ പ്രതിഷ്ഠയൊന്നും കാണാനില്ല. ഇവിടെ ചെറിയൊരു ക്ഷേത്രം. പ്രധാന ക്ഷേത്രത്തിന് മുൻപിലായാണ് ഇത്. ഒരു ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇതിനുള്ളിലുള്ളത്. ഉത്തരാഖണ്ഡിന്റെ പരമ്പരാഗത രീതിയിലുള്ള കല്ലുകൊണ്ടുള്ള നിർമ്മിതി. ഇതാണ് പ്രധാന ക്ഷേത്രം. ഇതിലൂടെയാണ് ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള പ്രവേശനം. നമുക്കൊന്ന് പ്രദക്ഷിണം ചെയ്തു വരാം. ഉത്തരാഖണ്ഡിന്റെ പരമ്പരാഗത ശൈലിയിൽ കരിങ്കല്ലുകൊണ്ട് പണിതതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചുവരും കല്ലുകൾ കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. ഒരു വിവാഹ മണ്ഡപത്തിലേക്കാണ് ഈ എത്തുന്നത്. ദമ്പതിമാർ ഇവിടെ എത്തി വീണ്ടും കർമ്മങ്ങൾ നടത്തി മാലയണിഞ്ഞ് വൈവാഹിക ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നു. പ്രായമായ ദമ്പതിമാർ പോലും ഇവിടെ എത്തി വീണ്ടും മാലയണിഞ്ഞ് വിവാഹിതരാകുന്നുണ്ട്. സത്യയുഗത്തിൽ ശിവപാർവതിമാരുടെ വിവാഹം നടന്നത് ഈ സ്ഥലത്ത് ഒരു ഹവനകുണ്ഡം തീർത്ത് ഇവിടെ വച്ചായിരുന്നു എന്നാണ് വിശ്വാസം. പാർവതിയുടെ പിതാവായിരുന്ന ഹിമവാന്റെ രാജധാനിയും ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി എത്തുന്നത് സരസ്വതി കുണ്ട് എന്നറിയപ്പെടുന്ന ഒരു ഉറവയിലേക്കാണ്. വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും വരുന്നതാണ് സരസ്വതി കുണ്ടിലെ ജലം എന്നാണ് വിശ്വാസം. ഇതിലെ ജലം പൂജകൾക്കായാണ് ഉപയോഗിക്കുന്നത്. അതിനരികിലായി ശിവപാർവതിമാരുടെ രൂപം ആലേഖനം ചെയ്ത ഒരു ശിലയുണ്ട്. വിവാഹശേഷം ഇവിടെയും പൂജകൾ നടത്തുന്നു. അതിനുവേണ്ട കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിമാർ ഇവിടെയുണ്ട്. ഇതാണ് ബ്രഹ്മകുണ്ട്. ക്ഷേത്രത്തിലെ പാചകാവശ്യങ്ങൾക്ക് ഇതിലെ ജലം ഉപയോഗിക്കുന്നു.
ഇതൊന്നും അറിയാതെ ഇവിടെ എത്തുന്നവർ ഇതിൽ നാണയങ്ങൾ നിക്ഷേപിക്കുന്നു. ഇതാണ് വിഷ്ണുകുണ്ട്. ശുചീകരണ ആവശ്യങ്ങൾക്കാണ് ഇതിലെ ജലം ഉപയോഗപ്പെടുന്നത്. ക്ഷേത്രത്തിനകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ളതാണ് ഈ വഴി. ക്ഷേത്രഗോപുരത്തിനിടയിലൂടെ എത്തിനോക്കുന്ന സൂര്യൻ. കേദാർനാഥ് ശൈലിയിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെയും നിർമ്മാണം. ഇവിടെ ഒരു മുറി കാണാം. ക്ഷേത്ര പൂജാരിമാരുടെ അടുക്കളയാണിത്. മണ്ണു തേച്ചുണ്ടാക്കിയ ഉൾവശവും വിറകടുപ്പും. അത് കഴിഞ്ഞെത്തുന്നത് നമ്മൾ നേരത്തെ കണ്ട രുദ്രകുണ്ടിലേക്കാണ്. സരസ്വതി കുണ്ടിൽ നിന്നും വരുന്ന ഉറവ തന്നെയാണ് മറ്റു 3 ജലാശയങ്ങളിലേക്കും ജലം എത്തിക്കുന്നത്. ഇതിൽ സ്നാനം ചെയ്തതിനു ശേഷമാണ് ദേവന്മാർ ശിവപാർവതി പരിണയത്തിൽ പങ്കെടുത്തത്. കുളത്തിനടുത്തായി കാണുന്നതാണ് ബ്രഹ്മശില. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തെ ഒന്ന് വലം വെച്ച് എത്തിയിരിക്കുന്നു. ഒരു ഹനുമാൻ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത്. അന്നപൂർണാദേവിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ. ക്ഷേത്രത്തിലെ വഴിപാടുകളുടെ വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ശിവപാർവതിമാരുടെ വിവാഹം നടന്ന ഹോമകുണ്ഡം. അന്ന് കൊളുത്തിയ തീ ഇടമുറിയാതെ ഈ ഹോമകുണ്ഡം എല്ലാ യുഗങ്ങളിലും അനുസ്യൂതം കത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ അഖണ്ഡ ധ്വനി മന്ദിർ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഇവിടെ എത്തി വിവാഹം കഴിഞ്ഞവർ ഇവിടെ ഹോമകുണ്ഡത്തിൽ വിറകുകൾ സമർപ്പിക്കുന്നു. ഹോമകുണ്ഡത്തെ പ്രദക്ഷിണം വയ്ക്കുന്നു. ശിവപാർവതി വിവാഹത്തിന് ശേഷം എത്രയോ വിവാഹങ്ങൾക്ക് സാക്ഷിയായ ഹോമകുണ്ഡം. ഇതിലെ ഭസ്മം വീട്ടിൽ കൊണ്ടുപോയി ദാമ്പത്യബന്ധം ദൃഢമായി ഊഷ്മളമായിരിക്കാൻ വേണ്ടി പൂജിക്കുന്നു. പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണുവിന്റെ പൂർണ്ണകായ രൂപം 2 അടിയിൽ വെള്ളി കൊണ്ടുള്ളതാണ്. ഒപ്പം ലക്ഷ്മിയും സരസ്വതിയും. അത് കാണിക്കുവാൻ നിർവാഹമില്ല. ഇതാണ് ബ്രഹ്മശില. ഇവിടെയിരുന്നാണ് ബ്രഹ്മാവ് വിവാഹത്തിന് കാർമ്മികത്വം നിർവഹിച്ചതെന്ന് കരുതപ്പെടുന്നു. പൂജകൾ നടത്തുന്നതിനുള്ള ഒരു തറയാണിത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം ഇങ്ങനെ 3 യുഗങ്ങൾ കണ്ടതിനാലാണ് ത്രിയുഗി എന്ന പേര് വന്നത്. ഇപ്പോൾ ഇതാ 4ാമത്തെ യുഗമായ കലിയും എത്തിയിരിക്കുന്നു. ത്രേതായുഗത്തിൽ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് കരുതപ്പെടുന്നത്. അതിനർത്ഥം ഈ കാണുന്ന ക്ഷേത്രം അന്ന് പണിതതാണ് എന്നല്ല. കാലാനുസൃതമായി പലരും ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നെത്തി പല ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാരണം നടത്തിയ ആദിശങ്കരാചാര്യ സ്വാമികളും ഇതിനെ നവീകരിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിന്റെ തനത് വാസ്തുശൈലിയിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠയ്ക്ക് മുകളിലായാണ് ഈ കല്ലുകൊണ്ടുള്ള നിർമ്മാണം കാണപ്പെടുന്നത്. ഇതിന് വിമാനം എന്നാണ് പറയുന്നത്. അതിനു മുകളിൽ ഒരു താമരയുടെ ആകൃതിയിലുള്ള ശിലയുണ്ടാകും. അതിനു മുകളിലായാണ് മരം കൊണ്ട് കാണുന്ന നിർമ്മാണം.
മുൻവശത്ത് മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. അവിടെയാണ് മറ്റു കർമ്മങ്ങൾ നടക്കുക. അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ഹോമകുണ്ഡമുള്ളത്. ഹോമകുണ്ഡത്തിൽ നിന്നുള്ള പുകയാണ് മുകളിലെ വിടവിലൂടെ പുറത്തു വരുന്നത്. പർവ്വതരാജനായ ഹിമവാന്റെ രാജധാനിയിൽ അദ്ദേഹത്തിന്റെ മകളായ പാർവതിയുടെയും സംഹാരത്തിന്റെ മൂർത്തിയായ പരമശിവന്റെയും വിവാഹം നടന്ന സ്ഥലം. ഇവിടെ ഇതൊക്കെ വന്ന് കാണുവാനും അങ്ങ് ദൂരെ കേരളത്തിലിരിക്കുന്നവരെ ഇതൊക്കെ കാണിക്കുവാനും എനിക്കുണ്ടായ ഭാഗ്യം, അല്ലെങ്കിൽ അനുഗ്രഹം. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്നത്. മനസ്സ് ഏതൊക്കെയോ യുഗങ്ങളിലൂടെ ആ അസുലഭ വിവാഹ മുഹൂർത്തത്തിലൂടെ സഞ്ചരിക്കുന്നു. അവാച്യമായ അനുഭൂതിയിൽ മുഴുകി കുറെ നേരം ഒരു ബെഞ്ചിലിരുന്നു. പല രംഗങ്ങളും വന്നും പോയും ഇരിക്കുന്ന മനസ്സിന് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സഞ്ചരിക്കാം. ഹരിദ്വാറിലെ കൻഖലിൽ ദക്ഷപ്രജാപതിയുടെ മകളായി ജനിച്ച് ശിവനെ വരിച്ച സതി കൻഖലിൽ തന്നെ ദക്ഷയാഗത്തീയിൽ സ്വയം സമർപ്പിച്ച് ശരീരം വെടിഞ്ഞു. പിന്നീട് ഇവിടെ ഹിമവാന്റെ പുത്രിയായി പുനർജനിച്ച് ശിവനെ തപസ് ചെയ്തു. ഒടുവിൽ യോഗാവസ്ഥയിൽ നിന്ന് ശിവനെ ഉണർത്താൻ കാമദേവൻ പോലും എത്തി. അത് കാമദേവന്റെ അന്ത്യത്തിനും ഇടയാക്കി. പിന്നീട് പാർവതിയെ വരിച്ച ശിവൻ, അവരുടെ പുത്രനായി പിറന്ന കാർത്തികേയൻ, താരകാസുര വധത്തിനായി പിറന്ന കാർത്തികേയൻ എന്ന സുബ്രഹ്മണ്യൻ, മുരുകൻ ഒക്കെ ആലോചിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. രുദ്രപ്രയാഗ് ജില്ലയിലാണ് ത്രിയുഗി നാരായൺ എന്ന ഈ സ്ഥലം. 2011 സെൻസസ് അനുസരിച്ച് 235 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 1360 ആകെ ജനസംഖ്യ. ഇപ്പോൾ 13 കൊല്ലം കൊണ്ട് ആനുപാതികമായ വർധനവ് ഉണ്ടായിട്ടുണ്ടാകാം. കൃഷി, കാലിവളർത്തൽ, ടൂറിസം ഇതൊക്കെയാണ് പ്രധാന വരുമാന മാർഗങ്ങൾ. ഇതൊരു ധർമ്മശാലയാണ്. ധർമ്മശാല കൂടാതെ ധാരാളം ഹോട്ടലുകളും ഇവിടെ താമസത്തിനായുണ്ട്. ഓഫ് സീസണിൽ 500 രൂപ മുതൽ മുറികൾ ലഭിക്കും. സീസണിൽ അത് 3-4 ഇരട്ടിയാകും. ടൂറിസം മേഖലയിലെ ഒരു പൊതു സ്വഭാവമാണ് അത്. ഉറക്കം തടസ്സമായത് ഇവനത്ര രസിച്ചിട്ടില്ല. പാണ്ഡവ നൃത്തം എന്നത് ഉത്തരാഖണ്ഡിലെ ഒരു പ്രധാന ആഘോഷമാണ്. ഇവിടെ ക്ഷേത്രപാലന്റെ മറ്റൊരു ക്ഷേത്രവുമുണ്ട്. കുറച്ചു പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു മുറ്റവും അതിനപ്പുറം ഒരു ചെറിയ ക്ഷേത്രവും. ക്ഷേത്രപാല സങ്കല്പം ഭാരതത്തിലെ ഒരു പൊതുവായ വിശ്വാസമാണ്. നമ്മുടെ വീടും ചുറ്റുപാടും കൃഷിസ്ഥലങ്ങളും ഗ്രാമവും ഒക്കെ ചേർന്നതാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തെ പരിപാലിക്കുന്നവൻ, അതായത് സംരക്ഷിക്കുന്നവനാണ് ക്ഷേത്രപാലൻ. നമ്മുടെ നാട്ടിലെ കുടുംബദേവതയും ഗ്രാമദേവതയുമെല്ലാം ഈ സങ്കല്പത്തിന്റെ ഭാഗമാണ്. ഒരു ഹാളും അതിനോട് ചേർന്ന് ഒരു മുറിയും, അതിനുള്ളിലാണ് പ്രതിഷ്ഠ. ദിവസവും ഹോമങ്ങൾ നടത്തുന്നതിനായി ഒരു ഹോമകുണ്ഡവും. ഇദ്ദേഹമാണ് പൂജാരി. ഇതാണ് ക്ഷേത്രത്തിന്റെ പുറകുവശം.
ഇവിടെ താഴെയായി ഒരു പ്രൈമറി വിദ്യാലയമുണ്ട്. ഇന്റർവെൽ ആയതിനാൽ കുട്ടികൾ മുറ്റത്ത് കളിക്കുകയാണ്. അകലെ മഞ്ഞു വീണു കിടക്കുന്ന മലനിരകൾ. അധികം താമസിയാതെ ഇവിടെയും മഞ്ഞു വീഴും. എങ്കിലും യാത്രയ്ക്ക് വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ 365 ദിവസവും പ്രവർത്തിക്കുന്നതാണ് ത്രിയുഗി നാരായണ ക്ഷേത്രം. പല മടക്കുകളിലായി കാണപ്പെടുന്ന മലനിരകൾ. താഴെ തട്ടുതട്ടായി കൃഷിസ്ഥലങ്ങളും ഗ്രാമീണ ഭവനങ്ങളും. സ്കൂളിൽ പോകാതെ മടി പിടിച്ച് ഇങ്ങനെയൊരാൾ ഇരിപ്പുണ്ട്. തിരിച്ച് കടയിലെത്തി. ഇദ്ദേഹത്തിന്റെ അടുത്ത് മാഗി മാത്രമേ ഉള്ളൂ. അത് ഓർഡർ ചെയ്തു. 4 മുറികളുള്ള ഒരു ഹോം സ്റ്റേയും ഇദ്ദേഹത്തിനുണ്ട്. ഏതോ വാഹനമിടിച്ച് കൈയൊടിഞ്ഞ നിറയെ രോമങ്ങളുള്ള ഒരു നായ. ബിസ്ക്കറ്റ് ഇദ്ദേഹത്തിന് ഇഷ്ടമായില്ല. മാഗി കഴിച്ചു. സമയം 4 ആകുന്നു. തിരിച്ചുള്ള വഴിയിലാണിപ്പോൾ. ദൂരെ കേദാർനാഥ് മലനിരകൾ മഞ്ഞുമൂടി കാണപ്പെടുന്നു. താഴെ സോൻപ്രയാഗിലെ പാർക്കിംഗ് ഏരിയയും കെട്ടിടങ്ങളും. സീതാപൂർ ഗ്രാമം വരെ കാണാനാകുന്നുണ്ട് മുകളിൽ നിന്നും. ഇനി സോൻപ്രയാഗിലേക്ക്. അടുത്ത യാത്ര ഗൗരികുണ്ടിലേക്കാണ്. വഴിയിൽ പണികൾ നടക്കുകയാണ്. ഇനി അല്പം കാത്തുനിന്നേ മതിയാകൂ. പാർവതി ദേവി ശിവനെ തപസ് ചെയ്ത ഗൗരികുണ്ടിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്തേ.